CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് ഇപ്പോൾ ഔദ്യോഗികമായി മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ട് ഈ ലോകത്തോട് അതേക്കുറിച്ച് വിശദമായി പറഞ്ഞത്. നമ്മൾക്കറിയാം, ഇന്ന് ഉച്ചതിരിഞ്ഞ് ഏതാണ്ട് ഒരു 3 മണിയോടുകൂടിയാണ് കാര്യങ്ങളാകെ മാറിയത്. കഴിഞ്ഞ ഏതാനും നാളുകളായി ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയായിരുന്നു VS. ഇന്ന് 3 മണിക്ക് ശേഷം പൊടുന്നനവേ വന്ന വാർത്ത മുഖ്യമന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർക്കും എസ് രാമചന്ദ്രൻ പിള്ളയ്ക്കുമൊപ്പം ആശുപത്രിയിലേക്ക് പോകുന്നു എന്ന നിലയ്ക്ക് അത് പിന്നീട് മെഡിക്കൽ ബുള്ളറ്റിനായി VS അച്യുതാനന്ദൻ്റെ വിയോഗ വാർത്ത എല്ലാവരിലേക്കും എത്തുകയായിരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് ഇപ്പോൾ ആശുപത്രിയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇനി തുടർന്ന് അങ്ങോട്ട് ഏതൊക്കെ തരത്തിലാണ് ക്രമീകരണങ്ങൾ എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഒന്നുകൂടി സൂചിപ്പിക്കാം. അദ്ദേഹം സംസാരിച്ച ഒരു 4:15 സമയത്താണ് ആശുപത്രിയിൽ നിന്ന് സംസാരിച്ചത്. 4:15 അദ്ദേഹം പറഞ്ഞത് 1 മണിക്കൂറിന് ശേഷം AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാവും VS-ന്റെ മൃതദേഹം കൊണ്ടുപോവുക. അവിടെ രാത്രി വരെ ഉണ്ടാകും. രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം നാളെ രാവിലെ 9 മണി മുതൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനം അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും VS-നെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഒക്കെ അവിടെയാണ് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ദർബാർ ഹാളിൽ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ സൗകര്യമൊരുക്കും. ഉച്ചയ്ക്ക് ശേഷം ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് എന്നുള്ളതാണ് CPM തീരുമാനിച്ചിട്ടുള്ള കാര്യം. അത്തരത്തിൽ എല്ലാ ആലോചനകളും പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ നേരെ ആലപ്പുഴയിലേക്ക് പോവുകയും രാത്രി വൈകി പറവൂരിലെ വീട്ടിൽ ആയിരിക്കും എത്തിക്കുക. അതിനുശേഷം പിറ്റേന്ന് മറ്റന്നാൾ രാവിലെ ആലപ്പുഴ തിരുവമ്പാടിയിലുള്ള CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം. ഉച്ചയ്ക്ക് ശേഷം വലിയ ചുടുകാട്ടിൽ ധീരരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലാവും അദ്ദേഹത്തിന് നിത്യവിശ്രമം.